മധ്യവയസ്കനെ 4 സംഘം മർദ്ദിച്ചതായി പരാതി. മർദ്ദനത്തിൽ പരിക്കേറ്റയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൊന്നാനി ജിം റോഡ് സ്വദേശി കുഞ്ഞുമരക്കാരകത്ത് മജീദിനെയാണ് വെള്ളിയാഴ്ച പുലർച്ചെ 4 സംഘം മർദ്ദിക്കുകയും കത്തിക്കൊണ്ട് മുറിവേൽപ്പിക്കുകയും ചെയ്തത്. സുബഹ നിസ്കാരം കഴിഞ്ഞ് വരികയായിരുന്ന മജീദിനെ കാത്തുനിന്ന് 4 പേർ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. ശബ്ദം കേട്ട് സമീപവാസികൾ ഓടിയെത്തിയതോടെ യുവാക്കൾ ഓടി രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം മജീദിന്റെ മകനെ ഈ സംഘം പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിച്ചിരുന്നു. ഇതേ തുടർന്ന് സംഘം വീട്ടിലെത്തി അക്രമം അഴിച്ചുവിട്ടിരുന്നു. പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിലെത്തിയിട്ടും നീതി ലഭിച്ചില്ലെന്നാണ് കുടുംബം പറയുന്നത്. പള്ളിക്ക് വന്ന് നിസ്കരിച്ചിട്ട് വരുമ്പോൾ 5 ആളുകൾ കൂടി മർദ്ദിച്ചാണ്. 4 ആളുകൾ നോക്കാനും നിസ്കരിച്ച് വരുന്ന ആളുകൾ നോക്കാനും 4 ആൾ എന്നെ അടിച്ചിട്ട് മടലെല്ലാം എടുത്ത് ഊരക്കെല്ലാം കുറേ അടിച്ച്. ഒരാൾ കൈ പിടിച്ചിട്ട് തെങ്ങുമലിക്ക് പിടിച്ചിരുന്നു, ഒരാൾ വാവും കുത്തി പിടിച്ചിരുന്നു, ഒരാൾ മടലോട് അടിക്കാൻ ഊരക്കും കുറേ അടിച്ച്, മടലിട്ട് ഊരക്കും കുറേ അടിച്ച്. ലാസ്റ്റ് ഒരാൾ തെങ്ങുമ്മ കൈ പിടിച്ചിട്ട് ആൾ കൈയെല്ലാം പിടിച്ചിട്ട് ഒടിച്ചു പോയി. അങ്ങനെ പിന്നെ തെങ്ങുമലിക്ക് മലത്തി ഇങ്ങനെ പിടിച്ചിട്ടാണ് പിന്നെ കത്തിയോണ്ട് ഇങ്ങനെ വരച്ചത്. അപ്പോൾ ഞാൻ ചീറിയപ്പോൾ എടുത്ത വീട്ടുകാർ ലൈറ്റ് ഇട്ടപ്പോൾ ഇവർ പിടുത്തം വിട്ടപ്പോൾ ഞാൻ ഈ വീട്ടിലേക്ക് ഓടിക്കയറി. എന്തിനു പേരിൽ നിങ്ങൾ ആക്രമിച്ചത്? ആക്രമിച്ചത് എൻ്റെ മോനെ അവർ ഭീഷണിപ്പെടുത്തി. ഈ ചെറിയ കുട്ടികളെ അവർ പിടിക്കൂലേ, അതിന് വേണ്ടിയിട്ട് എൻ്റെ മോനെ ഭീഷണിപ്പെടുത്തിയിട്ട് എൻ്റെ മോനെ ഇതിന് വഴങ്ങാതെ കണ്ടപ്പോൾ എൻ്റെ മോനെ ചവിട്ടാനിക്ക് ഉണ്ട് ഒരൊറ്റ അടി കൊടുത്ത്. അത് കഴിഞ്ഞ ശനിയാഴ്ച എന്നാണ് എൻ്റെ മോനെ ചവിട്ടാനിക്ക് ഒരു അടി കൊടുത്തപ്പോൾ എൻ്റെ മോന് തിരിച്ചു അടിച്ച്. അപ്പോൾ നമ്മൾ രക്ഷിതാവളെന്നുള്ളതിൽ നമ്മൾ പോയിട്ട് ഞാനും എൻ്റെ ഭാര്യയും പോയിട്ട് അവരോട് മാപ്പ് ക്ഷമലും ചോദിച്ച്. അതിൻ്റെ ശേഷം പിന്നെ പിറ്റത്തെ ദിവസമാണ് ഒരു 10-15 ഗുണ്ടകളിട്ട് വന്നിട്ട് ഈ ദിറാറിൻ്റെ മക്കളും 10-15 ഗുണ്ടകളും വന്നിട്ട് എൻ്റെ വീട് കയറി ആക്രമിച്ച് മാത്രമല്ല എൻ്റെ മോളെ കുട്ടീനെ മിസ്സിങ്ങായി. എൻ്റെ മോളെ കുട്ടീനെ കാണാതായി. എൻ്റെ മോളെ കുട്ടീനെ ഇവർ എടുത്തു കൊണ്ടുപോയിട്ട് എൻ്റെ മോളെ കുട്ടീൻ്റെ സ്വർണ്ണങ്ങൾ വരെ ഇവർ കവർന്നു കൊണ്ടുപോയി. വീട് കയറി ആക്രമിച്ച് ഞങ്ങൾ കുട്ടീൻ്റെ സ്വർണ്ണം കവർന്നു കൊണ്ടുപോയി. ഇതിനെന്താ ഒരു മാർഗം? അപ്പോൾ CI പറഞ്ഞത് ഞങ്ങൾ നാളെ വന്ന് അന്വേഷിക്കുമെന്ന് തന്നെ. നാളെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് അവരെ വന്നിട്ട് അന്വേഷിച്ചിട്ടൊന്നുമില്ല. ഇതിന്റെ തുടർച്ചയാണ് മജീദിനെ ആക്രമിച്ചതെന്ന് ഇവർ പറഞ്ഞു. സംഭവത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാനുള്ള തീരുമാനത്തിലാണ് കുടുംബം. പേജ് TV ന്യൂസ് പൊന്നാനി. എടപ്പാളിന് ഇനി പുതിയ ചോയ്സ് വെഡ്ഡിംഗ് കാസിൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു പുതിയ സ്റ്റോക്കുകളും ന്യൂ ട്രെൻഡി ഫാഷനുകളുമായി. വെഡ്ഡിംഗ് കളക്ഷനുകളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ, പെരുന്നാൾ വിഷു ആഘോഷങ്ങളെ വരവേൽക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളിലുള്ള മോഡലുകൾ. ഈ ആഘോഷകാലം ചോയ്സ് വെഡ്ഡിംഗ് കാസിലിനൊപ്പം ആഘോഷമാക്കൂ. കൂടാതെ ഗ്രാൻഡ് റീലോഞ്ചിന്റെ ഭാഗമായി 1 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ. ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നേടാം നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം 10 പേർക്ക്. ചോയ്സ് വെഡ്ഡിംഗ് കാസൽ, അമാന മാൾ, എടപ്പാൾ.